വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായി എത്തുന്നില്ല. മോദിയുടെ എല്ലാ കണക്കുകളും തെറ്റാണ്. ഇനിയും ഇതേ സ്ഥിതി തുടരാൻ ആവുകയുമില്ല. ഇവിടെയാണ് രാഹുൽ പറഞ്ഞത് സത്യമാകുന്നതും നടപ്പിലാക്കേണ്ടതും. അതായത് സെൻസസ് നടത്താത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും എന്നതാണ് റിപ്പോർട്ട്. എന്താ ഇതിലിപ്പോ ഇത്ര ഞെട്ടാൻ എന്നായിരിക്കും. നമ്മുടെ അന്നം, വസ്ത്രം, പാർപ്പിടം ഇവയൊക്കെ ആധാരം ഈ സെൻസസ് ആണ്. എത്ര പേരുണ്ട് ഇവിടേക്ക്, അവർക്കൊക്കെ ഭക്ഷ്യവും ധാന്യവും സ്വകാര്യവും വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ എങ്ങനെ വിഭാഗിക്കണം എന്നതൊക്കെ തീരുമാനിക്കുന്നത് സെൻസസ് കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് രാജ്യത്തിന്റെ ക്ഷേമ പദ്ധതികൾക്കെല്ലാം താഴേക്കിടയിൽ നിന്നുമുള്ള കണക്കുകൾ ആവശ്യമാണെന്ന്. ഗ്രാമ, നഗര, വാർഡ് കണക്കുകൾ കൃത്യമായി ലഭ്യമാക്കിയാൽ മാത്രമാണ് പദ്ധതി നടത്തിപ്പും കൃത്യമാകുന്നത്. ഭക്ഷ്യസുരക്ഷ, കുടുംബാരോഗ്യം, ഭക്ഷ്യധാന്യങ്ങളുടെ സബ്സിഡി തുടങ്ങിയവയെല്ലാം 2011 സെൻസസ് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോഴും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിനാൽ തന്നെ പല മേഖലകളിലും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമല്ല എന്ന പരാതികളും ശക്തമാണ്. സെൻസസ് നടക്കാത്തതിനാൽ ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പല പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല. 50% ST വിഭാഗമുള്ള പ്രദേശത്ത് ഒരു ഏകലവ്യ സ്കൂൾ എന്നത് 2022 തീരുമാനമായതായിരുന്നു. എന്നാൽ ഇതും 2011 സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള കണക്കാണ്. സാമ്പത്തിക വിദഗ്ധരായ ജീൻ റീസ, രതിക രേഖ, മേഘ്ന മുംഗിൽ എന്നിവരുടെ കണക്ക് കൂട്ടലുകൾ പ്രകാരം 10 കോടി ആളുകൾ ക്ഷേമ പദ്ധതികളിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. 2011 സെൻസസ് പ്രകാരം പദ്ധതികൾ നടപ്പിലാക്കുന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ സെൻസസ് നടത്തണമെന്ന് പറഞ്ഞത്. കോൺഗ്രസിന് മുഖ്യ അജണ്ടയായി അത് മാറിയതും.